നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എടാ, നിങ്ങൾ എന്നാത്തിനാ ടെൻഷൻ ആവുന്നേ? ഒരു കുഴപ്പമില്ല. 100% സേഫ് അല്ലാത്തൊരു കാര്യം സെബാൻ നിങ്ങളോട് പറയൂ. അത് ലൂയിസ് അങ്കിളുടെ സാമ്രാജ്യമാ. അവിടെ നിങ്ങൾക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കാം. എടാ, എന്നിട്ട് എന്താ അങ്കിള് വിളിക്കാത്തത്? അത് പിന്നെ അങ്കിളോട് ഭയങ്കര ബിസിയല്ലേ. തോട്ടവും ബാറും വേട്ടയും ഓട്ടവും ചാട്ടവും എന്ന് വേണ്ട, അങ്കിളിന് അവിടെ ഇല്ലാത്ത പരിപാടികളൊന്നുമില്ല. ഞങ്ങളുടെ മുഴുവൻ ബിസിനസ് നോക്കിയെടുത്തുന്നത് അങ്കിളല്ലേ. ഞാനെന്ന് പറഞ്ഞ അങ്കിള് ചത്തുകളയും. ഇതേ ഇപ്പൊ വിളിക്കും, നോക്കിക്കോ. ഇതേ കണ്ടോ, അങ്കിളാ പറഞ്ഞതാ. അങ്കിളെ. മോനെ സബാനെ, സോറിടാ അങ്കിളേ, കുറച്ച് പണിയിലായിപ്പോയി. മോൻ കാര്യം പറ. അങ്കിളെ, എന്റെ ഫ്രണ്ട് ഷാനുല്ലേ? ഏത്? അന്ന് നിന്റെ കൂടെ ഇവിടെ വന്ന ആ ചെയർമാനാ? അതെ അങ്കിളെ. അവൻ എന്നെ പറ്റി? അവൻ ചെറിയൊരു കുരുക്കിപ്പെട്ടിരിക്കുക. നീ കാര്യം എന്താന്ന് വെച്ചാ തെളിച്ചു പറ. അത്രയുള്ളൂ. നീ ധൈര്യമായിട്ട് അവരെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് പോവാ മോനെ. ഞാനിവിടെ ഉള്ളപ്പോ നീ എന്നാത്തിനാ വിഷമിക്കുന്നേ? ഓ, താങ്ക് യു അങ്കിളെ. അതെന്നാതിരടാ മോനെ താങ്ക് യു. നിന്റെ കൂട്ടുകാരനൊരു പ്രശ്നം വരുമ്പോ അത് നമ്മളെയും കൂടി പ്രശ്നമല്ലടാ, അല്ലേ നമ്മൾ? അതെ, നിങ്ങൾ അവിടെ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് ഒന്ന് വിളിക്കണം കേട്ടോ. ഓ, വിളിക്കാം. എന്നാ പിന്നെ വെച്ചോ. നമ്മുടിയേ വണ്ടി ഒന്ന് നിർത്തിക്കേ. എന്നാ നീ ഒന്ന് നിർത്തിയേ, പറയാം. പുതിയ വല്ല കൂളും ഒത്തു വച്ചേ? ഒരു ചെറിയ പെരുന്നാളിനുള്ള മണം അടിക്കുന്നുണ്ട്. എന്നാ? സെബാന്റെ കൂട്ടുകാരനും കാമുവിയും കൂടി ഒളിച്ചോടി ഇങ്ങോട്ട് വരുന്നു. നേരാന്നോ ചായ? പെണ്ണെങ്ങനെയുണ്ട്? കാണാൻ ഒരുപടിയാന്നോ? ഷാടാ, അത് ഞാൻ എങ്ങനെ ഇവിടെ ഇരുന്ന് പറയാ? വരട്ടെ, അപ്പൊ നമുക്ക് നേരിട്ട് കാണാലോ. ഫോട്ടോ വില ഉണ്ടോന്ന് ചോദിക്കച്ചായ. എന്റെ പൊന്നു നമ്പുടി, താൻ ഇങ്ങനെ അത്യാർത്ഥി കാണിക്കല്ലേ. കർത്താവ് തമ്പുരാൻ വിധിച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങ് കയ്യിൽ വരത്തില്ലായോ? ഞാനൊന്ന് അടങ്ങ്. അപ്പൊ പിന്നെ താമസിപ്പിക്കണ്ട. അങ്കിൾ ഓക്കെയാ, നമുക്കിന്ന് രാത്രി തന്നെ പുറപ്പെടാം. എങ്ങോട്ട് പോകുന്ന കാര്യമോ മക്കളീ പറയുന്നേ? അത് ഒന്നുമില്ല ഉമ്മ, ഇവൻ ചുമ്മാ ഓരോ ഭ്രാന്ത് പറയുന്നതാ. അതെ, ഞങ്ങൾ അടുത്ത വർഷം ഗുണ കേവി പോകുന്ന കാര്യം പ്ലാൻ ചെയ്യായിരുന്നു. അല്ലടാ? അതെ. ഷാനു, ഒന്നിങ്ങൊന്ന്. മോളെ, പരീക്ഷയൊക്കെ നന്നായിട്ട് എഴുതിയായിരുന്നോ? കുഴപ്പമില്ലമ്മ. അവൻ വല്ലോം പറഞ്ഞായിരുന്നോ മോളെ? ജയിക്കുവോ അതോ രാഷ്ട്രീയം കളിച്ച് നടന്ന് ജീവിതം വല്ലോം കളയുവോ? ഏയ്, ഷാനും എടുക്കണോ ഉമ്മ? നല്ല മാർക്കുണ്ടാവും. അവനൊരു നല്ല നിലയിലെത്തിയാൽ മതിയായിരുന്നു. പണ്ട് അവന്റെ ബാപ്പ മരിക്കാൻ കിടന്നപ്പോ ഞാൻ കൊടുത്ത വാക്കാ, നമ്മുടെ മോനെ ഒരു സുൽത്താനാക്കാമെന്ന്. സുൽത്താനൊന്നും ആയില്ലെങ്കിലും ഒരു നല്ല മനുഷ്യനായി ജീവിച്ചാൽ മതിയായിരുന്നു. ഷാനു ഇപ്പോഴൊരു നല്ല മനുഷ്യൻ തന്നെ ഉമ്മ. വണ്ടി വീടിന് പുറത്തെത്തിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. വണ്ടി കേടാണെന്ന് ധൈര്യമായിട്ടൊരു കാച്ചം കാച്ചണം. എന്നിട്ട് വഴിവെക്കലുള്ള ഏതെങ്കിലും വീട്ടിൽ കയറ്റി വെക്കണം. പിന്നെ സൗകര്യം പോലെ രാത്രി വന്ന് തള്ളി ഇറക്കി സ്റ്റാർട്ടാക്കി അങ്ങ് പോന്നാ പോരെ. ചേച്ചി, ചേച്ചി,
ആ എന്താ മോളെ? ചേച്ചി വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. വർക്ക്ഷോപ്പിൽ നാളെ വരുന്നവരെ ഇവിടെ നിന്ന് വെച്ചോട്ടെ. അതിനെന്താ, അവിടെ വെച്ചോളൂ മോളെ. വലിയ ഉപകാരം ചേച്ചി. ആ ശരി മോളെ. ശരി ചേച്ചി. ആ ശരി മോളെ. ഞാൻ PS നോട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. നാളെ നമുക്ക് ഓഫീസിൽ വരുമ്പോൾ നേരിട്ട് കാണാം. പൂജ, നിന്റെ സ്കൂട്ടർ എന്തിയെ? അത് വഴിയിലൊരു വീട്ടിൽ കയറ്റി വെച്ചു. എന്തു പറ്റി? അതിനെന്തോ കംപ്ലൈന്റ്. സ്റ്റാർട്ട് ആവുന്നില്ല. ഈ മാസം ഇത് എത്രാമത്തെ തവണ അത് വഴി കിടക്കുന്നത്? ആ വരട്ടെ, പുതിയൊരെണ്ണം വാങ്ങിത്തരാം. അടുത്ത മാസം കല്യാണമല്ലേ, പിന്നെ ഇവക്കെന്തിനാ ഇപ്പൊ പുതിയ സ്കൂട്ടറിന്റെ ആവശ്യം? ശ്രീനിവാസ് ശ്രദ്ധിക്കുന്നുണ്ടോ? കല്യാണക്കാര്യം പറയുമ്പോ അവളുടെ ഒരു ഭാവമാറ്റം. പെണ്ണിന്റെ മനസ്സിൽ എന്താന്നൊരു ഊഹമില്ലല്ലോ. എന്താ ഒന്നും മിണ്ടാത്തത്? ഇനി മിണ്ടിയിട്ടും വലിയ കാര്യമൊന്നുമില്ലല്ലോ. അതിന്റെ പ്രായവും സമയമൊക്കെ കഴിഞ്ഞു പോയില്ലേ?